മുഅ്മിനുകളെ, അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതാവസാനം വരെ അച്ചടക്കം പാലിക്കുവാനും മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. സൂറ അൻഫാൽ, ആ സൂറത്തിൻ്റെ അവസാനത്തെ 4 ആയത്തുകളാണ് ഇന്ന് നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ആ 4 ആയത്തുകളും ഒരുപാട് ജീവിത നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ മനുഷ്യർ പുലർത്തേണ്ട, ശ്രദ്ധിക്കേണ്ട, ജീവിതത്തിൻ്റെ ലക്ഷ്യബോധമായി അംഗീകരിക്കേണ്ട ചില ഉപദേശങ്ങൾ നൽകുന്നതാണ് ഈ ആയത്തുകൾ സൂചിപ്പിക്കുന്നത്. വല്ലദീന കഫറു ബഅ്ളുഹും ഔലിയാഉ ബഅ്ളിൻ ഇല്ലാ തഫ്അലൂഹു തക്കുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ കബീർ വല്ലദീന ആമനൂ വഹാജറൂ വജാഹദൂ ഫീ സബീലില്ലാഹ് വല്ലദീന ആവൗ വനസറൂ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖൻ ലഹും മഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം വല്ലദീന ആമനൂ മിൻ ബഅദു വഹാജറൂ വജാഹദൂ മഅക്കും ഫഉലൈക മിൻകും വഉലുൽ അർഹാമി ബഅ്ളുഹും ഔലാ ബിബഅ്ളിൻ ഫീ കിതാബില്ലാഹ് ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം. ഈ വചനങ്ങളിൽ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്ന അതിപ്രധാനമായ ഒന്ന്, വല്ലദീന കഫറു ബഅ്ളുഹും ഔലിയാഉ ബഅ്ള്, നിഷേധികൾ അല്ലെങ്കിൽ അവിശ്വാസികൾ, ബഅ്ളുഹും ഔലിയാഉ ബഅ്ള്, അവരിൽ ഒരു വിഭാഗം, ചിലർ മറ്റൊരു വിഭാഗത്തിൻ്റെ മിത്രങ്ങളും സഹായികളും സ്നേഹിതരുമായിരിക്കും. അവർ അന്യോന്യം പാരസ്പര്യത വച്ചു പുലർത്തും, അവരന്യോന്യം ഉൾക്കൊള്ളുന്നവരായിരിക്കും. അവിടെ അള്ളാഹു പറഞ്ഞ ഒരു കാര്യം, അവിശ്വാസികൾ എന്നത് ഏകകമായ ഒരു വിഭാഗമല്ല, അവരിൽ എത്രയോ വൈവിധ്യം നിറഞ്ഞ ഭിന്നതകളുള്ള, കക്ഷിത്വവും പ്രാദേശികം, ദേശീയം, അന്തർദേശീയം, വിഭാഗീയം, ഇതെല്ലാം നിറഞ്ഞ വിഭാഗമാണ് ലോകത്തുള്ളത്. പക്ഷേ അവർ പാരസ്പര്യത നിലനിർത്തേണ്ടി വരുമ്പോൾ അവരൊന്നായി മാറുന്നു, അന്യോന്യം അംഗീകരിക്കുന്നു. അപ്പോൾ അതിൽ സഹിഷ്ണുതയുണ്ടാകും, പരസ്പരം കൈമാറ്റങ്ങളുണ്ടാവും. അതേ നിലയിൽ തന്നെ ഒന്നായി നിൽക്കാനുള്ള ഒരു ശ്രമവും അവർ നടത്തിയിരിക്കും. ഇല്ലാ തഫ്അലൂഹു, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയാതെ വരുന്ന പക്ഷം, അപ്പം നിങ്ങൾ എന്ന ഈ ലോകത്തെ ഒരു വിഭാഗമാണ്, അതെല്ലാം ഏകകമായി ഒരു ഉമ്മത്തല്ല. നബിയുടെ ഉമ്മത്തുകൾ ഒരൊറ്റ ഉമ്മത്ത് എന്ന് ഖുർആൻ പറയുന്നു എങ്കിലും
അവരെത്രയോ വൈവിധ്യം നിറഞ്ഞ വിശ്വാസവും ജീവിതവും ആചാരവും അനുഷ്ഠാനങ്ങളും, അങ്ങനെ ഭിന്നതകളുടെ ഒരു ലോകം തന്നെ അവർ നിലനിർത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. മുൻപ് പറഞ്ഞവരെ പോലെ തന്നെ നിങ്ങളും ഭിന്നതകളുടെ ലോകം ഉള്ളവർ തന്നെയാണ് നിങ്ങളും. പക്ഷേ നിങ്ങൾക്കങ്ങനെ ഒരു പാരസ്പര്യത നിലനിർത്താൻ കഴിയാതെ വന്നാൽ, അന്യോന്യം അംഗീകരിക്കാൻ, ഉൾക്കൊള്ളാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ, സ്വീകരിക്കാൻ, ആദാനപ്രധാന വ്യവസ്ഥകൾ നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയാത്ത പക്ഷം തക്കുൻ ഫിത്തിനത്തുൻ ഫില്ലർള്, ഭൂമിയിൽ വലിയ നാശമാണ് അതിൻ്റെ പരിണിത ഫലം. നിങ്ങളങ്ങനെ ചെയ്യാതെ വരുമ്പോൾ ഭൂമിയിൽ അതിൻ്റെ പരിണിതത്വം നാശമായിരിക്കും. ഫസാദുൻ കബീർ, വമ്പിച്ച കുഴപ്പവും ഉണ്ടാകും. ഇതാണ് ഒന്നാമത്തെ വചനം നൽകുന്ന അർത്ഥം. വല്ലദീന ആമനു, എന്നാൽ വിശ്വാസികൾ, വഹാജറു, സ്വദേശം വെടിഞ്ഞ് അഭയാർത്ഥികളായി അലയുന്നവർ, നാടുവിട്ടു പോയവർ, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചവർ, ഹിജ്റ പോയ ആളുകൾ. അതിൻ്റെ നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഒന്നാമത്തെ ഉദാഹരണം, മക്ക ഒഴിവാക്കിയിട്ട് പുറപ്പെട്ട റസൂലുള്ളയോടൊപ്പം യാത്ര തിരിച്ചവരും നബിയുടെ ആജ്ഞയനുസരിച്ച് മക്ക ഒഴിവാക്കി മദീനയെ ലക്ഷ്യം വച്ച് യാത്ര ചെയ്തവരും. വജാഹദു ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്തവർ, തീവ്രമായ പ്രയത്നങ്ങൾ നടത്തിയവരാണ്. നിലനിൽപ്പിന് വേണ്ടിയാണത്. അതാണ് ഹിജ്റയ്ക്ക് ശേഷം ജിഹാദ് എന്ന പദം ഉപയോഗിക്കാനൊരു കാരണം. നിലനിൽപ്പിന് വേണ്ടി അതിതീവ്രമായി അടരാടിയവരാണവർ. വല്ലദീന ആവൗ, സ്വീകരിച്ചവരാണ്, അഭയം നൽകിയവർ. ഈ വന്ന ആളുകളെ അഭയം നൽകി സ്വീകരിച്ചു. അപ്പോൾ ഇസ്ലാമിൽ അഭയം നൽകുക എന്നത് ഏറ്റവും വലിയ പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. മുൻപ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇസ്ലാമിൻ്റെ അടിത്തറ 5 കാര്യങ്ങളുടെ മുകളിൽ ഇസ്ലാമിക ജീവിതത്തെ കെട്ടിപ്പടുത്തിരിക്കുന്നു. ഈ 5 കാര്യങ്ങളുടെയും ഉപരിയായിട്ടാണ് അള്ളാഹു ഇസ്ലാമിക ജീവിതത്തെ വ്യവസ്ഥ ചെയ്തത് എന്നർത്ഥം. അതിൽ അവർ പാലിക്കേണ്ട സാമൂഹികമായ ഒരു ചുമതലയും ബാധ്യതയും ഉത്തരവാദിത്വവുമാണ് അഭയാർത്ഥികളായി വരുന്നവരെ സ്വീകരിക്കുക, അവർക്ക് സൗകര്യമൊരുക്കുക, അവർക്ക് നിർഭയത്വം നൽകുക, അവരെ അംഗീകരിക്കുക. വനസറു, അവരെ സഹായിക്കുകയും ചെയ്തവർ. അപ്പോൾ വിശ്വാസികളാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടരാടുന്നവരും ജിഹാദിൽ ഏർപ്പെട്ടിട്ടുള്ളവരും അഭയാർത്ഥികളായി വന്നവരെ സ്വീകരിച്ചവർ, അവരെ സഹായിച്ചവർ. ഉലായിക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, അവരാണ് സത്യത്തിൽ വിശ്വാസികൾ. യഥാർത്ഥത്തിൽ മുഅ്മിനുകൾ എന്ന് പറയുന്നത് അവരാണ്. ലഹും മഗ്ഫിറത്തുൻ വരിസ്ഖുൻ കരീം, അവർക്ക് പൂർണ്ണമായ പാപമോചനവും വളരെ മാന്യമായ ഭക്ഷ്യക്രമവും അള്ളാഹു നൽകുന്നതാണ്. വളരെ മാന്യമായ നിലയിൽ ഉപജീവനം നൽകുന്നു അള്ളാഹു. വല്ലദീന ആമനു, ഇനിയും വിശ്വാസികൾ, മിൻ ബഅദു, അതിന് ശേഷം. അപ്പം ഒരു നാടൊഴിവാക്കിയിട്ട് അഭയാർത്ഥികളായി വന്നവർ, ആ അഭയാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുക്കിയവർ, ജീവിതത്തിന് വേണ്ട എല്ലാ സഹായവും ചെയ്തവർ, അവരെ ഉൾക്കൊണ്ടവരും ആദരിച്ചവരും, അവരാണ് വിശ്വാസികൾ. ഇനി അതിന് ശേഷം ഈമാൻ ഉൾക്കൊണ്ട ആളുകൾ,
വഹാജറു അവരും ഇതുപോലെ അഭയാർത്ഥികളായി പോയവർ. വജാഹദു മഅക്കും നിങ്ങളോടൊപ്പം അവരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രണാങ്കണത്തിൽ അടരാടുന്നവരാണ്. ഫഉലൈക മിൻകും അവർ നിങ്ങളിൽ നിന്ന് തന്നെ ഉള്ളവരാകുന്നു. അവരഭയാർത്ഥികളായി വന്നവരോ വൈദേശികരോ മറ്റ് രാജ്യങ്ങളിലുള്ളവരോ എന്ന വേർതിരിവില്ലാതെ നിങ്ങളിൽ നിന്ന് നിങ്ങൾ തന്നെയാകുന്നു അവർ. വ ഉലുൽ അർഹാമി എന്നാൽ രക്തബന്ധമുള്ളവർ, നിങ്ങളിൽ രക്തബന്ധമുള്ളവർ. ഔലാ ബി ബഅലിൻ ഫീ കിതാബില്ല അള്ളാഹുവിൻ്റെ നിയമത്തിലും അവൻ്റെ കിതാബിലും രക്തബന്ധമുള്ളവർ ഇതിലും ഒരു പടി മുകളിലാണ്. ഏറ്റവും പ്രാധാന്യമുള്ളത് രക്തബന്ധമുള്ളവർക്കാണ്. ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ്. ഇപ്പോൾ നമ്മൾ തുടർച്ചയായ 3 ആയത്തുകളുടെ അർത്ഥമാണ് ഇപ്പം കേട്ടത്. അതിൽ ഏറ്റവും പ്രാധാന്യം രക്തബന്ധമുള്ളവർ മറ്റേതൊരു നിയമ നിർമ്മാണത്തിനും ഏതൊരു ഉപദേശ നിർദ്ദേശങ്ങളുടെ പ്രയോഗവൽക്കരണത്തിനും മുകളിലാണ്. മറ്റേത് കാര്യങ്ങൾ ചെയ്യുന്ന നന്മകളുടെ ലോകമുണ്ടോ അതിനേക്കാളെല്ലാം ഉപരിയാണ് രക്തബന്ധമുള്ളവർ. അത് ഖുർആനിൽ സൂറത്തുൻ നിസാ ആരംഭിക്കുന്നിടത്ത് വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം രക്തബന്ധവും ചോദ്യം ചെയ്യപ്പെടുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു അവിടെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ രക്തബന്ധമുള്ളവർ അത് നിലനിർത്തുക എന്നതാണ് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ബാധ്യത. അപ്പോൾ 5 കാര്യങ്ങളിൽ സ്ഥാപിതമായ ഇസ്ലാം ഷഹാദത്ത് അംഗീകരിക്കുന്ന, 5 സമയങ്ങളിൽ നമസ്കരിക്കുന്ന, സക്കാത്ത് മുറപ്രകാരം നൽകിക്കൊണ്ടിരിക്കുന്ന, റമളാനിൽ വ്രതമനുഷ്ഠിക്കുന്ന, ആവതും കഴിവുമുള്ളവർ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ അവരുടെ മേലുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗം മുസ്ലിം ഉമ്മ അവരുടെ ബാധ്യത രക്തബന്ധത്തെ അതിശക്തമായി നിലനിർത്താൻ തീവ്രമായി ശ്രമിക്കുക എന്നതാണ്. ഈ രക്തബന്ധങ്ങളെ അങ്ങനെ നിലനിർത്തണം. ഇസ്രായേല്യരുടെ അല്ലെങ്കിൽ ഒരു പ്രവാചക പരമ്പരയിൽ വന്ന് ജീവിച്ചിരുന്ന ഒരു ജനവിഭാഗമാണ് ഇസ്രായേല്യർ. അവർ ഒരുപാട് രാജ്യങ്ങളുടെ അധിപന്മാരും ഭരണകർത്താക്കളും ഇതൊക്കെയായി ജീവിച്ചു. പിന്നീട് അതെല്ലാം നഷ്ടപ്പെട്ട് മേൽവിലാസമില്ലാതെ മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. വീണ്ടും അവരെ സമുദ്ധരിക്കുന്നതിന് വേണ്ടി പ്രവാചകർ നിരവധി പേര് വന്നു. അങ്ങനെ അവരിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു. അതൊക്കെയാണ് നാം ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മുൻപ് ജീവിച്ച ജനപദങ്ങളെ സംബന്ധിച്ച് ഖുർആൻ വിവരിച്ച ചരിത്ര പശ്ചാത്തലം. അപ്പോൾ എന്തുകൊണ്ടാണ് അവരങ്ങനെയായിപ്പോയത് എന്ന ചോദ്യത്തിൻ്റെ മറുപടി പറഞ്ഞത് അള്ളാഹു അവരോട് ചേർക്കാൻ കൽപ്പിച്ചത് അവർ മുറിച്ച് കളഞ്ഞു എന്നാണ്. അവർ ചെയ്ത ഒരു വലിയ കുറ്റമായി ഖുർആൻ എടുത്തു പറഞ്ഞൊരു വാചകം അതാണ്. അത് പരസ്പരം അവരുടെ കുടുംബ ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങൾ ചേർക്കണം എന്ന കൽപ്പനയെ അവർ മാനിച്ചില്ല. അവർ മറിച്ച് ആ ബന്ധങ്ങളെയാണ് അവർ വിച്ഛേദിച്ച് കളഞ്ഞത്. സൂറത്തുൽ ബഖറയിൽ എന്തുകൊണ്ടാണ് അവർ ശപിക്കപ്പെടാൻ കാരണം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാകാൻ കാരണം എന്ന് വിവരിക്കുന്നതിൻ്റെ ഇടയിൽ ലാ യസ്വിലൂൻ അവർ ചേർത്തിരുന്നില്ല എന്നാണ് പറഞ്ഞത്. മാ അമറഹമുല്ലാഹു അൻ യൂസല വയുഫ്സിദൂന ഫിൽ അർള്. അള്ളാഹു അവരോട് ചേർക്കാൻ കൽപ്പിച്ചതെന്തോ അതാണ് അവർ മുറിച്ചത്. ഭൂമിയിൽ അതുവഴി അവരുടെ ഇടയിലുണ്ടാകുന്ന വിള്ളലുകൾ ഭൂമിയിൽ നാശത്തിന് കാരണമായി. ഒരു കുടുംബാംഗങ്ങൾ 10, 100, 1000, 10,000 ഒക്കെ വരുന്ന അംഗസംഖ്യയുള്ള ഓരോ കുടുംബ രക്തബന്ധമുള്ളവരുടെ ഭിന്നതകളും അകൽച്ചകളും ചേരിതിരിവുകളും
ആ നാട്ടിൽ സ്വൈര്യമായി ജീവിക്കുന്നവരുടെ ജീവിതത്തെ ബാധിച്ചു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. ആ രീതിയിൽ അവർ പെരുമാറിയപ്പോഴാണ് ഇങ്ങനെയെല്ലാം അള്ളാഹു ലുരിബത്ത് അലൈഹിമു ദില്ലത്തു വൽ മസ്കന വ ബാഊ ബി ഗളബിൻ മിനല്ലാഹ് ദാലിക ബി അന്നഹും കാനൂ യക്ഫുറൂന ബി ആയാത്തില്ലാഹി വ യഖ്തുലൂന നബിയ്യീന ബി ഗൈരിൽ ഹഖ് ദാലിക ബിമാ അസവ്വ വ കാനൂ യഅ്തദൂൻ. പരിധി വിട്ടുപോയി എല്ലാ കാര്യത്തിലും. സ്വാഭാവികമായി വരുന്ന എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളല്ല, ഭീകരമായ ക്രമത്തിൽ ധർമ്മോപദേശങ്ങളെ ലംഘിക്കുന്നതിൽ പരിധി വിട്ടുപോയി ആ ജനം എന്നാണ് അള്ളാഹു സൂചിപ്പിച്ചത്. അപ്പം രക്തബന്ധം മറ്റ് ഏതൊരു നിയമങ്ങൾ പറയുന്നതിനേക്കാളും അത് പ്രാവർത്തികമാക്കുന്നതിനേക്കാളും ഉപരിയായി മുകളിൽ നിൽക്കുന്ന ഒന്നാണ്. സൂറത്തു നൂറിലും അള്ളാഹു ഈ കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. അത് വളരെ കൃത്യമായി വിളംബരം ചെയ്യുന്നുണ്ട്. അവിടെ രക്തബന്ധത്തെ ഔലാ ബിബഅലിൻ ഫീ കിതാബില്ല, അള്ളാഹുവിൻ്റെ കിതാബിൽ പ്രമുഖമായി അവൻ അവതരിപ്പിച്ചിട്ടുള്ള നിയമം രക്തബന്ധങ്ങളെ പരിപാലിക്കുക എന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത ഫഅലൂഹു ഷൈഅൻ, എന്തെങ്കിലും നന്മ നിങ്ങളുടെ കൂട്ടുകാർക്കോ നാട്ടിലുള്ളവർക്കോ അശരണായ ആളുകൾക്കോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ കൽപ്പനയ്ക്കെതിരല്ലാതെ എന്ന് പറഞ്ഞാണ് ആ വിഷയം അവിടെ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത്. അപ്പം കുടുംബ ബന്ധങ്ങൾ, രക്തബന്ധങ്ങളെ വളരെ ശക്തമായ നിലയിൽ നിലനിർത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ ഒരൊറ്റ ഏകകമായ ഒരു ഉമ്മത്തിലേക്കുള്ള വളർച്ചയാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തൊക്കെ ഇറങ്ങുന്നത് മദീനയിലാണ്. അപ്പോൾ ഹിജ്റയ്ക്ക് ശേഷമുണ്ടായ മദീനയിൽ ജീവിതം ആരംഭിച്ച വലിയ ഒരു ജനവിഭാഗം, അതിൽ പല മതവിഭാഗങ്ങളുണ്ടായിരുന്നു, വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും ഉണ്ടായിരുന്നു. ഗോത്രവർഗങ്ങളെ വലിയ നിലയിൽ താലോലിച്ച് ജീവിച്ചിരുന്നവരുണ്ടായിരുന്നു. എത്ര വന്നാലും ഗോത്ര ചിന്ത ഒഴിവാക്കാത്തവർ. അങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് അള്ളാഹുവിൻ്റെ റസൂല് രണ്ട് ആളുകളെ ഒരുമിച്ച് ചേർത്ത് സാഹോദര്യം സ്ഥാപിച്ച് അതിൻ്റെ മുകളിൽ ഈ രക്തബന്ധത്തെ വീണ്ടും ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തത് മദീന ജീവിതകാലം. അതാണ് ഖുർആൻ ഉണർത്തിയ ഒരു വചനം. വളരെ പ്രാധാന്യമാണ്. ഈ അൻഫാലിൻ്റെ അവസാനത്തെ ആയത്ത് ഉണർത്തുന്ന വാക്ക് ഞാൻ സൂചിപ്പിച്ചതാണ്. അതിനു മുൻപ് പറഞ്ഞ രണ്ടാമതൊരു കാര്യമുള്ളത്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ഭിന്നതകളെല്ലാം നിലനിൽക്കെ തന്നെ വിശ്വാസത്തിൻ്റെ വൈകല്യങ്ങളുണ്ട്, ഭിന്നതകളുണ്ട്, ആദർശങ്ങളിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, ജീവിതങ്ങളിലുണ്ട്, കർമ്മങ്ങളിലുണ്ട്, സ്വഭാവങ്ങളിലുണ്ട്, ഇതെല്ലാം ഉണ്ടായിരിക്കെ തന്നെ എന്തുകൊണ്ടാണ് മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യരുടെ നന്മ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒറ്റക്കെട്ടായി കൂടാ, നിങ്ങൾക്കൊരു വിഭാഗമായി തീർന്നുകൂടാ എന്നാണ്. അപ്പോൾ ലോകത്ത് എവിടെ ഒരു അനീതി രൂപപ്പെട്ടാലും അതിനെ എതിർക്കുന്നതിൽ എന്ന് പറഞ്ഞാൽ ഒരു അനീതി രൂപപ്പെട്ട് വളർന്ന് വികസിച്ച് വരുന്നതിനെ ഇല്ലാതാക്കി കളയാൻ ഒരു സമൂഹം എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരുമിച്ച് അതിനെ എതിരിൽ പ്രവർത്തിക്കാൻ കഴിയും. എന്തുകൊണ്ടാണത് ചെയ്യാതിരിക്കുക? ഇപ്പോൾ നമ്മൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഒരു യുദ്ധത്തിൻ്റെ ഭീതി ഉരുണ്ടുകൂടുന്നൊരു സാഹചര്യത്തെ ആണ് വർത്തമാനകാലത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അതിനാവശ്യവുമില്ലാതെ ഒരു കാര്യവും കാരണവുമില്ലാതെ യുദ്ധമുണ്ടാക്കുക എന്നത് ചില താല്പര്യങ്ങളുണ്ട്. ഇപ്പം ഈ രോഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഒരുപാട് രോഗങ്ങൾ. എന്തുകൊണ്ടങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രതിരോധത്തിന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മരുന്നുകൾ ചെലവഴിക്കപ്പെടണമെങ്കിൽ രോഗങ്ങൾ സുലഭമായി ലോകത്ത് വ്യാപിക്കണം. അപ്പോൾ ഈ കമ്പനികളെല്ലാം ലക്ഷോപലക്ഷം ജനങ്ങളുടെ ജീവിതം നിലനിൽക്കും. അപ്പോൾ രോഗങ്ങൾ വ്യാപകമാകണം. സർവ്വവ്യാപകമാകുന്നതിന് എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്യുന്ന
ഒളി അജണ്ടകൾ നമ്മുടെ മേൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും കൊറോണയുമായിട്ട് ചിന്തിച്ചാൽ. നമ്മളെല്ലാവരും 2 ഇഞ്ചക്ഷൻ വീതം എടുത്തവരാണ്. എടുത്ത 100% ആളുകളും പറഞ്ഞത് അതിൻ്റെ സൈഡ് എഫക്റ്റ് എത്രയോ തരം രോഗങ്ങൾ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, അനാരോഗ്യം എന്നേക്കുമായി സമ്മാനിച്ച് ലക്ഷോപലക്ഷം മനുഷ്യരുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുകയാണ് എന്ന് വളരെ വൈകിയാണ് നമ്മുടെ ആരോഗ്യ മേഖല ഇപ്പോൾ പറഞ്ഞത്. ഉത്തരവാദിത്തപ്പെട്ട ഭരണകർത്താക്കളും പറഞ്ഞു, ആരോഗ്യ മേഖലയിലുള്ള എല്ലാവരും പറഞ്ഞു അതൊരു വലിയ നാശമായിപ്പോയിന്ന്. എങ്കിൽ പിന്നെ എന്തിനാണത് ചെയ്തതെന്ന് ചോദിച്ചാൽ അത് ചെലവഴിക്കണം, അത് തീരണമല്ലോ എങ്ങനെയെങ്കിലും. അപ്പം മനുഷ്യർ തന്നെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നതുപോലെയാണ് ആയുധ നിർമ്മാണ ഫാക്ടറികൾ ലോകത്ത് ഒരുപാട് സ്ഥലത്തുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ അമേരിക്കയിലാണ് നിലവിലുള്ളതിൻ്റെ 10% ഫാക്ടറികളുള്ളത്, ബാക്കിയെല്ലാം 40% ഫാക്ടറികളുള്ളത്, ബാക്കി 60% മറ്റ് ലോകരാജ്യങ്ങളിലുള്ളത്. ഇവിടെ നിർമ്മിക്കപ്പെടുന്ന നിർമ്മാണങ്ങളെല്ലാം പരീക്ഷണ വിധേയമാകണം. അത് സമാധാനപൂർവം മനുഷ്യർ ജീവിച്ചാൽ പിന്നെ ഒരിക്കലും അതിന് ഉപയോഗമില്ലാതെ വരും. അപ്പോൾ സമാധാനത്തിനപ്പുറം ഭീതി ജനിപ്പിക്കുക എന്നത് ഏറ്റവും വലിയൊരു ആവശ്യമായി വന്നു. അവിടെയാണ് മനുഷ്യകുലത്തോട് ഖുർആൻ ഈ കൽപ്പന നിർദ്ദേശം നൽകുന്നത്. വല്ലദീന കഫറു ബഅ്ളുഹും ഔലിയാഉ ബഅ്ള് ഇല്ലാ തഫ്അലൂഹു തക്കുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ കബീർ. വലിയ കുഴപ്പം ഭൂമിയിലുണ്ടാകുന്നതിന് നിങ്ങളുടെ ഈ നിസ്സംഗത കാരണമാകും. നിങ്ങൾ ഉറങ്ങുകയാണ്, നിങ്ങൾക്ക് ഇപ്പം ഞങ്ങൾക്കെന്താ ചെയ്യാൻ കഴിയുക എന്ന് ഓരോ രാജ്യവും ആ രാജ്യത്തെ ജനങ്ങളും തീരുമാനിക്കുകയാണ്. ലോകത്ത് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് വിദ്യാർത്ഥി മേഖലകളാണല്ലോ, വിദ്യാർത്ഥികളുടെ ക്യാമ്പസുകളാണ് ലോക ചരിത്രത്തിൽ പലപ്പോഴും ഇടം നേടിയിട്ടുള്ളത്. സാമൂഹിക മുന്നേറ്റത്തിന്, പ്രതിരോധങ്ങൾക്ക്, നവോത്ഥാനങ്ങൾക്ക് ഒക്കെ മുൻപിൽ നടക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ലോകത്തെ വിദ്യാർത്ഥികളുടെ ക്യാമ്പസുകളാണ്. അവരും നിശബ്ദമായാലോ, ജനങ്ങളും നിശബ്ദമാണ്, ഭരണകൂടം നിശബ്ദമാണ്. അങ്ങനെ സംഭവിച്ചാൽ ഫസാദുൻ കബീർ എന്ന് ഖുർആൻ ഉണർത്തിയതാണ് ഇനി വരും നാളുകളിൽ ലോകത്ത് സംഭവിക്കാവുന്നൊരു കാര്യം. അപ്പോൾ വമ്പിച്ച കുഴപ്പമായിട്ട് വരും. ആ കുഴപ്പത്തെ നമുക്ക് പരിഹരിക്കാൻ കഴിയാതെ വരും. അതേ നിലയിലാണ് നാശമുണ്ടാകും, വലിയ കുഴപ്പങ്ങളുണ്ടാകും. 2 പദമാണ് അവിടെ ഉപയോഗിച്ചത് അല്ലാഹു. ഏതാണ്ട് അതിനൊക്കെ നമ്മൾ സാക്ഷികളാകുന്ന ഒരു കാലമാണ്. അവിടെയാണ് ഖുർആൻ പറഞ്ഞത്, 1 വിശ്വാസം, 2 അഭയാർത്ഥികളാവുക എന്നത് ഈ ലോകത്തിൻ്റെ സൗകര്യങ്ങൾ ആസ്വദിക്കുന്നത് പൂർണ്ണമായി വിച്ഛേദിച്ച് അഭയാർത്ഥികളായി എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്താലും അവർ എവിടെയും സ്വീകരിക്കപ്പെടേണ്ടവരാണ്. അവരെയാണ് സഹായിക്കേണ്ടത്, അവരെയാണ് ആ നാട്ടിൽ അധിവാസമുറപ്പിക്കേണ്ടത്, അവരോടൊപ്പമാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. അവർ നിങ്ങളിൽ ഒരു വിഭാഗമാണ്, നിങ്ങൾ ഒരുമിച്ചാണ് മുന്നേറേണ്ടത് എന്ന് ഖുർആൻ കൽപ്പിക്കുന്നത് ഏതാണ്ട് ലോകരാജ്യത്തെ എല്ലാ ജനങ്ങളോടുമുള്ള ഒരു പൊതു നിർദ്ദേശമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു നന്മ രൂപപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ നിർദ്ദേശമൊക്കെ ഖുർആൻ പറഞ്ഞത് എന്ന് സാരം. സൂറത്ത് അൻഫാലിലെ അവസാനത്തെ ആയത്തുകളാണ്. നിങ്ങളതൊന്ന് നന്നായി വായിച്ച് നോക്കുക പല പ്രാവശ്യമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആശയം രൂപപ്പെടുന്നത് മനസ്സിലാവും. അതിൻ്റെ വിവരണങ്ങളിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഹിജറ മുതൽ, നബിയുടെ ജീവിതകാലം മുതൽ, നബിയുടെ ശ്രദ്ധ മുതൽ. യുദ്ധം ഉണ്ടാകാതിരിക്കുന്നതിനാണ് ഓരോ ലോകരാജ്യങ്ങളും അതിർത്തി നിർണയിച്ചിട്ട് കാവൽക്കാരെ നിർണയിച്ചിട്ടുള്ളത്. ആ കാവൽക്കാർക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടിയല്ല അവർ നിൽക്കുന്നത്. നമ്മുടെ പട്ടാളം രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കുക വഴി അതിൻ്റെ ഉള്ളിൽ കഴിയുന്നവർക്ക് സുരക്ഷിതത്വം പ്രദാനം ചെയ്യണം, നിർഭയത്വം നൽകണം. അതാണ് അവരുടെ ജോലി. ഇങ്ങനെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും അതിർത്തികളിൽ ആ രാജ്യത്തെ സംരക്ഷിക്കുക എന്നതിനപ്പുറത്തേക്ക്
ഒരു യുദ്ധം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ സമാധാനമില്ലാതെ വരുമെന്ന് മാത്രമല്ല, അതിൻ്റെ കെടുതികൾ മാറാൻ ഏതാണ്ട് 940 ശേഷം രണ്ടാം ലോകയുദ്ധത്തിൽ വിധേയപ്പെട്ട കുറേ രാജ്യങ്ങളുണ്ട്. ആ കെടുതികളിൽ നിന്ന് മോചനം നേടാൻ ഇപ്പോഴും ഒരു 100 കൊല്ലമാവുകയാണ് അവർക്ക്, അല്ലെങ്കിൽ ഒരു 75 കൊല്ലം പിന്നിട്ടു, എന്നിട്ടും അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ 2 പദങ്ങൾ നൽകുന്ന അർത്ഥവ്യാപ്തിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കുഴപ്പം, നാശമുണ്ടാകുന്നു എന്നതിനപ്പുറം വമ്പിച്ച കുഴപ്പം നിലനിൽക്കുകയാണ് പിന്നീട്. അത് മണ്ണിനുണ്ടാവും, മണ്ണിലെ ഉൽപ്പന്നങ്ങൾക്കുണ്ടാവും, അന്തരീക്ഷ വായുവിനുണ്ടാവും, സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ ഭൂതലത്തിൽ അത് ചെയ്യേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് നിർവഹിക്കുന്നതിൽ പോലും ഇതിന് സ്വാധീനം ചെലുത്താൻ കഴിയും. അതുകൊണ്ടാണ് വലിയ കുഴപ്പമാണ് പിന്നീട് നിലനിൽക്കുക എന്ന് ഖുർആൻ ഉണർത്താൻ കാരണം. അത് വളരെ ഗൗരവമായി തന്നെ എല്ലാ മനുഷ്യ വിഭാഗവും, ഭരണകൂടങ്ങളും ഭരണകർത്താക്കളും അതുപോലെ മനുഷ്യ സ്നേഹികളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ഒരു കാലമാകുന്നു ഇത് എന്ന് നാം തിരിച്ചറിയുക. അള്ളാഹു മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ.